ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ EVSൻ്റെ പരിസര പഠനത്തിലെ അവസാനത്തെ പാഠമാണ് കേട്ടോ. 8ാമത്തെ യൂണിറ്റിലെ വീടും കൂടും എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി EVSൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആറ്റക്കുരുവി ഇണകൾക്ക് ഒരു മോഹം. മഴക്കാലം തുടങ്ങും മുൻപേ കൂടുണ്ടാക്കണം. ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി. നെൽച്ചെടിയിൽ നിന്നും കൊത്തിയടർത്തിയ നാരുകളും തെങ്ങോല നാരുകളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി. പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും കാത്തിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായി. കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? കാക്കയുടെ, മരംകൊത്തിയുടെ, കുരുവിയുടെ, മൈനയുടെ, അങ്ങനെ ഒത്തിരി പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അല്ല, എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയല്ല. മരക്കൊമ്പുകളിലും മരപ്പൊത്തിലും കുറ്റിച്ചെടികളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ വിവിധ തരത്തിലുള്ള പക്ഷികളുടെ പലതരത്തിലുള്ള കൂടുകളാണ് തന്നിട്ടുള്ളത്. തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? തിത്തിരി പക്ഷി മണ്ണിലാണ് മുട്ടയിടുന്നത്. മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? അവയ്ക്ക് താമസിക്കാൻ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ, മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പോറ്റാനും, കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഒളിപ്പിക്കാൻ, അടയിരിക്കാൻ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ചില പക്ഷികൾ മറ്റു കിളികളുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. അതിനുദാഹരണമാണ് കുയില്, മൂങ്ങ തുടങ്ങിയവ. നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ. എവിടെയാണവ കൂടുണ്ടാക്കുന്നത്? ചില പക്ഷികൾ മരക്കൊമ്പിൽ, ചിലത് പൊത്തിൽ, ചിലത് കുറ്റിച്ചെടിയിൽ, ചിലത് കുളക്കടവുകളിൽ, ചിലവ കെട്ടിടങ്ങളിൽ, ചിലതൊക്കെ പാറക്കെട്ടുകളിൽ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കൂടുണ്ടാക്കുന്നത്. മരത്തിൽ കൂടുണ്ടാക്കുന്നവയെയും അല്ലാത്തവയെയും കണ്ടെത്തൂ. മരത്തിൽ കൂടുണ്ടാക്കുന്ന ചില പക്ഷികൾക്ക് ഉദാഹരണങ്ങളാണ് കാക്ക, തത്ത, മൂങ്ങ, നീലപ്പൊന്മാൻ, കഴുകൻ, കൊക്ക്, പിന്നെ അതുപോലെ ഇരട്ടവളന, പുള്ളിപ്രാവ് തുടങ്ങിയവയൊക്കെ. ഇനി കൂടുകൾ മരത്തിലല്ലാതെ മറ്റുള്ള പക്ഷികളുടെ കൂടുകളിൽ അവയ്ക്ക് ഉദാഹരണങ്ങളാണ് കുയില്, ഇൻഡിഗോ ബേർഡ്, തേൻ വഴികാട്ടി, പിന്നെ ബ്രൗൺ തലയുള്ള ഒരു കൗ ബേർഡ്, പിന്നെ അതുപോലെ ചക്രവർത്തി പെൻഗ്വിൻ തുടങ്ങിയവയെല്ലാം. ഉണ്ടാക്കിയ കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ? ഇല്ല അല്ലെ. ചിലവ അവയുടെ കുഞ്ഞുങ്ങള് പറക്കം മുറ്റിക്കഴിഞ്ഞാൽ ആ കൂടുപേക്ഷിച്ച് പോകുന്നതാണ്. ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അത് മക്കൾ ചെയ്യുമല്ലോ. പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ? അന്വേഷിച്ചറിയൂ. കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുമുണ്ട്. ചിത്രം നോക്കൂ. ഒരിനം ഉറുമ്പിന്റെ കൂടാണിത്. ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ മാത്രമല്ല, ഇലകൾ ഒട്ടിച്ചു ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും. നമ്മൾ പലതരത്തിലുള്ള ഉറുമ്പിന്റെ കൂടുകൾ കാണാറുണ്ട് അല്ലേ മക്കളെ? ചില ഉറുമ്പിൻ കൂടുകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കണ്ടോ? മണ്ണിലും ഇലകൾ കൊണ്ടും അതുപോലെ മരത്തടികൾക്കുള്ളിലും എല്ലാം കൂടുകൂട്ടുന്ന ചിത്രങ്ങളുണ്ടല്ലേ? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട്? അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ? അല്ല അല്ലേ. അതൊന്ന് കണ്ടെത്തി എഴുതാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ജീവികളും അവ കൂടുണ്ടാക്കുന്ന വസ്തുക്കളും എന്നാണ് പട്ടിക കേട്ടോ. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ചിതല് മണ്ണാണ്, കടന്നല് പൾപ്പ് ഉമിനീര് മണ്ണ്. ഇനിയോ? വേട്ടാളൻ മണ്ണാണ്, അണ്ണാൻ ചില്ലകൾ തുണിക്കഷ്ണങ്ങൾ പുല്ല് ഇലകൾ, കുഴിയാന മണ്ണ്, കാക്ക ചുള്ളിക്കമ്പുകൾ, ബുൾബുൾ നാരുകൾ, കുരുവി നാരുകൾ. ഇങ്ങനെയാണ് വരുന്നത്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതലുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ജീവിയും കൂടും വരച്ചു യോജിപ്പിക്കൂ. അപ്പൊ ഇവിടെ കാക്ക, ഉറുമ്പ്, തേനീച്ച, വേട്ടാളൻ 4 ജീവികൾ തന്നിട്ടുണ്ട്. അതുപോലെ 4 കൂടുകളുണ്ട്. കാക്ക എങ്ങോട്ടാ മക്കളെ വരിക?
അതെ, ഏറ്റവും അവസാനത്തേക്ക് അല്ലെ, ചുള്ളിക്കമ്പുകൾ കൊണ്ട് മരക്കൊമ്പിൽ കൂട് കൂട്ടിയതാണ് കാക്ക. പിന്നെ ഉറുമ്പ് മണ്ണും ഉണ്ടായിരിക്കും അല്ലെ, മണ്ണിലേക്കാണ്. തേനീച്ചയുടെ കൂട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ദാ ആദ്യത്തേതാണ്. വേട്ടാളന്റെ കൂടും ദാ ഇതുപോലെ മണ്ണ് കൊണ്ട് ഇങ്ങനെ ഒരു ഗുഹ പോലെയാണ് ഉള്ള കൂടാണ് വേട്ടാളൻ്റേത്. അപ്പൊ എങ്ങനെയാണ് ഇത് വരച്ച് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ വീടുകൾ, എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? ഇപ്പൊ കിളികൾ കൂടുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്തിനാണ് വീടുണ്ടാക്കുന്നത്? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ, കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താൻ, ചൂടിൽ നിന്നുള്ള രക്ഷയ്ക്ക്, കാറ്റ്, തണുപ്പ്, മഴ എന്നിവയെ അതിജീവിക്കാൻ. നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ്? പലതരം വീടുകളുണ്ടല്ലേ. ഓലമേഞ്ഞത്, ഓടിട്ടത്, കോൺക്രീറ്റ് ചെയ്തത്, ഇതെല്ലാം ഉണ്ട്. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ചിത്രങ്ങൾ ഇതാ 6 6 വ്യത്യസ്ത തരത്തിലുള്ള വീടുകളാണ്. ഇനി പട്ടികയിൽ എന്താ ഉള്ളത്? ഈ ഓരോ വീടും അതിന്റെ ഭിത്തി എന്തുകൊണ്ടാണ്, മേൽക്കൂര എന്തുകൊണ്ടാണ് എന്ന് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വീടിന്റെ ഭിത്തി മൺകട്ട കൊണ്ടും മേൽക്കൂര വൈക്കോല് കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വീടിന്റെ ഭിത്തി ചെളിമണ്ണ് കൊണ്ടും മേൽക്കൂര ഓല കൊണ്ടും. മൂന്നാമത്തെ വീടിന്റെ ഭിത്തി ഇഷ്ടിക കൊണ്ടും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതുമാണ്. നാലാമത്തേത് വെട്ടുകല്ല് കൊണ്ടാണ് ഭിത്തി, മേൽക്കൂര ഓടിട്ടതാണ്. പിന്നെ അഞ്ചാമത്തെ വീടിന്റെ ഭിത്തി മരം കൊണ്ടാണ്, മേൽക്കൂര ആസ്പെറ്റോസ് ഷീറ്റ് കൊണ്ടാണ്. ആറാമത്തെ വീടിൻ്റേത് ഭിത്തി ഉരുളൻ കല്ല് കൊണ്ടാണ്, മേൽക്കൂര ഫൈബർ ഷീറ്റ് കൊണ്ടാണ്. പട്ടികയിൽ നിന്ന് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തൂ. എന്താ മക്കളെ? വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ വീടിൻ്റെയും ഭിത്തികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമാണ്. മേൽക്കൂരയും വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എത്ര ജോലികൾ! വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവ ഏതെല്ലാമാണെന്ന് എഴുതൂ. ആദ്യത്തേത് ഭിത്തി നിർമ്മാണമാണ്, രണ്ടാമത്തേത് മരപ്പണിയാണ്, മൂന്നാമത്തേത് പെയിന്റിംഗ്, നാലാമത്തേത് വയറിംഗ്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടൂ. അവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയെന്ന് ചോദിച്ച് മനസ്സിലാക്കൂ. അപ്പോൾ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ജോലികൾ ഉണ്ടല്ലേ. വീടിന്റെ പ്ലാന് നിർമ്മിക്കൽ, തറകെട്ടൽ, ഭിത്തി നിർമ്മാണം, കൽപ്പണി, മേൽക്കൂര നിർമ്മാണം, തേപ്പ് പണി, നിലം തയ്യാറാക്കൽ, മരപ്പണി, വയറിംഗ്, പെയിന്റിംഗ്, പ്ലംബിംഗ് തുടങ്ങിയവയെല്ലാം അതിൽ ചിലതാണ്. പലതരം വീടുകൾ. നിരവധി ആളുകൾക്ക് താമസിക്കാവുന്നതും കുറേ നിലകളുള്ളതുമായ വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ. പലതരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലു, 3D പ്രിന്റഡ് വീട് എന്നിവ കണ്ടെത്തി എഴുതുക. അപ്പോൾ മക്കളെ, ഇതില് ആദ്യത്തേത് തൂണുകളിൽ ഉയർത്തിയ വീടാണ്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നേടാൻ നിർമ്മിക്കുന്ന വീട്, വായു സഞ്ചാരം മെച്ചപ്പെടുത്തുന്നു, ചുറ്റുപാടുകളുടെ വിശാലമായ കാഴ്ച നൽകുന്നു, തൂണിന് താഴെയുള്ള സ്ഥലം പാർക്കിങ്ങിന് ഉപയോഗിക്കാം, വീടിനകത്തേക്കുള്ള പ്രകാശ ലഭ്യത മെച്ചപ്പെട്ടതാകുന്നു. ഇനി രണ്ടാമത്തേത് ഗ്ലാസ് വീടുകളാണ്. കുറഞ്ഞ ലോഡ് വരുന്ന വസ്തുക്കളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം തന്നെ അകത്തേക്ക് ലഭിക്കുന്നു. വീടിനകത്തും പുറത്തുമുള്ള ഇടങ്ങളിൽ തടസ്സമില്ലാത്ത സംയോജനം സൃഷ്ടിക്കുന്നു. വലിയ ജനലുകൾ, സ്കൈലൈറ്റുകൾ, ഗ്ലാസ് ചുമരുകൾ എന്നിവ കൊണ്ട് സവിശേഷമാണ്. മൂന്നാമത്തേത് ഇഗ്ലു ആണ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിലെ എക്സിമോകൾ എന്നറിയപ്പെടുന്ന ജനവിഭാഗം ശൈത്യകാല വീടുകളായും വേട്ടയാടാനുള്ള സ്ഥലങ്ങളായും ഉപയോഗിച്ചു വരുന്നവയാണ് ഇഗ്ലു. ശക്തവും സ്ഥിരതയുള്ളതുമായ ഒരു താഴികക്കുടത്തിന്റെ സ്വാഭാവിക ആകൃതിയാണ് ഇതിനുള്ളത്. പൂർണ്ണമായും മഞ്ഞുകട്ടകൾ കൊണ്ടാണ് ഇഗ്ലു നിർമ്മിക്കുന്നത്. ഇതിൽ മഞ്ഞ് ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇഗ്ലുവിനുള്ളിലെ ആളുകളുടെ ചൂട് കൊണ്ട് മഞ്ഞു ചൂടാവും. ആ ചൂട് എല്ലാവരെയും ചൂടാക്കും. ഇഗ്ലുവിന്റെ ഭിത്തികൾ അതിലുള്ളവരെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇതിന് 3 നിലകളാണ് ഉള്ളത്. മുകളിലത്തെ നില ഉറങ്ങാനും നടുവിലത്തെ നില തീ കായാനും ഉള്ളതാണ്. താഴത്തെ നില തണുത്ത സിങ്ക് ആണ്. ഇഗ്ലുവിന്റെ ചിത്രമാണ് മൂന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ചിത്രം കേട്ടോ. നാലാമത്തെ ചിത്രത്തിലുള്ളത് 3D പ്രിന്റഡ് വീടാണ്. പരമ്പരാഗത നിർമ്മാണത്തിലൂടെ നേടാൻ പ്രയാസമുള്ള സവിശേഷവും സങ്കീർണവുമായ ഡിസൈനുകൾ 3D പ്രിന്റിംഗ് അനുവദിക്കുന്നു. ഇത് വളരെയധികം ചിലവുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വീടുകളെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിക്കുകയും കുറഞ്ഞ മാലിന്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീടുകൾ വളരെ സുസ്ഥിരമാണ്. നിർമ്മിക്കാനുള്ള കാലയളവ് വളരെ ചുരുക്കമാണ്.
അതായത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ വീട് പണി പൂർത്തിയാക്കാം. വലിയ അളവിൽ തൊഴിലാളികളെ ആവശ്യമില്ല. ഇത്രയുമാണ് ഈ വീടിന്റെ പ്രത്യേകത. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ, സ്ഥലത്തിന്റെ പ്രത്യേകത, ലഭ്യമായ വിഭവങ്ങൾ, സുരക്ഷ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം പരിഗണിച്ചാണ് വീട് നിർമ്മിക്കേണ്ടത്. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീടുണ്ടാക്കാം. നമുക്കൊരു വീടിന്റെ മാതൃക നിർമ്മിക്കാം. ഇതിനായി കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, കത്രിക, പേപ്പർ, ജലച്ചായം എന്നിവ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വീട് നിർമ്മിക്കൂ. നിങ്ങളുടെ കൂട്ടുകാർ നിർമ്മിച്ച വീട് പോലെയാണോ നിങ്ങൾ നിർമ്മിച്ച വീട്? ആയിരിക്കില്ല അല്ലേ? എല്ലാവരും വ്യത്യസ്തമായ വീടുകളായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ഒത്തൊരുമിച്ച്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണുള്ളത്? ഒരുപാട് ജോലികളുണ്ടല്ലോ മക്കളെ. മുറ്റമടിക്കൽ തുടങ്ങി നിലം തുടയ്ക്കുക, അതുപോലെ തറ വൃത്തിയാക്കുക, പിന്നെ പാത്രങ്ങൾ കഴുകുക, തുണി കലക്കുക, തുണി വിരിച്ചിടുക, അതുപോലെ അതുകൂടാതെയുള്ള കറണ്ട് ബില്ല് അടയ്ക്കുക, ടിവിയുടെ റീചാർജ് ചെയ്യുക, പാചകം ചെയ്യുക, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഒത്തിരി ജോലികളുണ്ടല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് ജോലികൾ തന്നിട്ടുണ്ട്. ഏതെല്ലാം ചുമതലകൾ ആർക്കെല്ലാം ഏറ്റെടുക്കാം വരച്ചു ചേർക്കും. ഇപ്പം 2 നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നീളം തുടയ്ക്കൽ അമ്മയും ചേട്ടനും ചെയ്യും, പാത്രങ്ങൾ കഴുകൽ ചേച്ചിയും അതുപോലെ അച്ഛനും ചെയ്യും അല്ലേ. ഇനി നമുക്ക് വേറെ ഏതൊക്കെ മാതൃകയിൽ ചെയ്യാം ഇത്? പാഴ്വസ്തുക്കൾ ശേഖരിക്കൽ 2 കുട്ടികൾക്ക് ചെയ്യാം. തുണി ഇസ്തിരിയിടൽ അച്ഛനും അമ്മയ്ക്കും ചെയ്യാം. കറണ്ട് ബില്ല് അടയ്ക്കൽ അച്ഛനും സഹോദരനും ചെയ്യാം. പാചകവാതക സിലിണ്ടർ മാറ്റി വാങ്ങൽ അതും അച്ഛനും സഹോദരനും ചെയ്യാം. പാചകം ചെയ്യുന്നത് അമ്മയ്ക്കും അച്ഛനും ചെയ്യാം. പിന്നെ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നത് അമ്മയ്ക്കും അച്ഛനും ചെയ്യാം. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് അമ്മയ്ക്കും അച്ഛനും ചെയ്യാം. ശുചിമുറി വൃത്തിയാക്കൽ സഹോദരനും സഹോദരിക്കും ചെയ്യാം അല്ലേ. വീട്ടുജോലികൾ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ? നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. തീർച്ചയായും ഒരു വീട്ടിൽ ഒത്തിരി ജോലികൾ ഉണ്ടായിരിക്കും. അതെല്ലാം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിലൂടെ ജോലിഭാരം ഒരുപാട് കുറയ്ക്കാനാവും. കുടുംബാംഗങ്ങൾക്കിടയിൽ സഹകരണവും ഉത്തരവാദിത്ത ബോധവും വളർത്താൻ ഇത് സഹായകമാവും. ഒത്തിരി സമയനഷ്ടം നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും. മാത്രമല്ല കുടുംബാംഗങ്ങൾ തമ്മിൽ ചിലവഴിക്കുന്ന സമയവും ആശയവിനിമയവും നടത്താൻ ഈ പ്രവൃത്തി ഒരുപാട് സഹായിക്കും. കുട്ടികൾക്കിടയിൽ സ്നേഹം, ഉത്തരവാദിത്വം, സഹകരണം എന്നിവ വളർത്തിയെടുക്കാനും സാധിക്കും. പൊതുസ്ഥാപനങ്ങൾ. പൊള്ളുന്ന പനിയാണല്ലോ, എഴുന്നേൽക്കൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം എന്നമ്മ പറയുന്നുണ്ടല്ലേ. ആശുപത്രി എന്ന സ്ഥാപനം നമുക്ക് നൽകുന്ന സേവനമാണ് രോഗി പരിചരണം. പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ. നമുക്ക് സേവനം നൽകുന്ന മറ്റേതെല്ലാം പൊതുസ്ഥാപനങ്ങളുണ്ട്? എഴുതി ചേർക്കൂ. 3 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബാങ്ക്, സ്കൂൾ, പോലീസ് സ്റ്റേഷൻ. ഇനി ഏതൊക്കെ പൊതുസ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം മക്കളെ? വില്ലേജ് ഓഫീസ്, ലൈബ്രറി, ഹെൽത്ത് സെന്റർ, അംഗനവാടി, റേഷൻ കട, പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം പൊതുസ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓരോ സ്ഥാപനത്തിൽ നിന്നും എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ആദ്യം സ്കൂളിൻ്റേത് നോക്കാം. സ്കൂളിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം, ഉച്ചഭക്ഷണം, യൂണിഫോം, പുസ്തകം എന്നിവ ലഭിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നു, ക്രമസമാധാനം പരിപാലിക്കുന്നു. ഹെൽത്ത് സെന്ററിൽ നിന്ന് ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പും വാർഷിക പരിശോധനയും മരുന്നും രോഗം തടയാനുള്ള മുൻകരുതലുകളും മരുന്നുകളും നൽകുന്നു. ബാങ്കിൽ നിന്ന് പണം സൂക്ഷിക്കാനും ആവശ്യാനുസരണം പിൻവലിക്കാനുമുള്ള സജ്ജീകരണം, വായ്പാ സഹായങ്ങൾ, വിവിധ ഇൻഷുറൻസുകൾ എന്നിവ ലഭിക്കുന്നു. വില്ലേജ് ഓഫീസ് നികുതി ശേഖരിക്കുന്നു, സർട്ടിഫിക്കറ്റ് വിതരണം, തെരഞ്ഞെടുപ്പ് നിയന്ത്രണം, സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നു. അങ്കണവാടി കുട്ടികൾക്കും ഗർഭിണികൾക്കും ആരോഗ്യകരമായ വിദ്യാഭ്യാസം നൽകുന്നു, പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. പ്രതിരോധ സേവനങ്ങൾ, ആരോഗ്യ പരിശോധനകൾ എന്നിവയും അംഗൻവാടിയിൽ നിന്ന് ലഭ്യമാണ്. റേഷൻ കട ആവശ്യവസ്തുക്കൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്നു. നിയമപരമായ തിരിച്ചറിയൽ രേഖയാണ് റേഷൻ കാർഡ്. പോസ്റ്റ് ഓഫീസ് തപാൽ സേവനങ്ങൾ, സർക്കാർ സേവനങ്ങൾ നടപ്പിലാക്കൽ, ഗവൺമെന്റ് ഫോമുകൾ നൽകുന്നു. ബില്ല് ശേഖരണം, കൊറിയർ സൗകര്യം, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെല്ലാം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സൗകര്യങ്ങളാണ് കേട്ടോ. വിദ്യാലയത്തിനടുത്തുള്ളൊരു പൊതുസ്ഥാപനം സന്ദർശിക്കൂ. അവിടുത്തെ സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനായി കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ചോദ്യാവലി തയ്യാറാക്കി വേണം സന്ദർശനം നടത്താൻ.
ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പൊതുസ്ഥാപനം ഏതാണോ, വില്ലേജ് ഓഫീസാണോ, പോസ്റ്റ് ഓഫീസാണോ, പോലീസ് സ്റ്റേഷനാണോ, ഏതാണെങ്കിലും അവിടെ സന്ദർശിക്കുക. കുറച്ച് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് ചോദിക്കാനുള്ള, ഓരോ സ്ഥാപനത്തിലും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സന്ദർശിക്കുന്നത് അതിനനുസരിച്ച് വേണം ചോദ്യങ്ങൾ നിർമ്മിക്കാൻ കേട്ടോ. വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 228 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ സമ്മാനിക്കും. വീടില്ലാത്തവർക്ക് പ്രതീക്ഷയായി സർക്കാരിന്റെ പുതിയ പദ്ധതി. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വിവിധ സർക്കാർ പദ്ധതികളും സമൂഹ കൂട്ടായ്മകളും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. വീടുപണിയുമായി ബന്ധപ്പെട്ട പ്രധാന ജോലികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ സാമഗ്രികൾ കണ്ടെത്തി എഴുതൂ. ജോലിയും ആവശ്യമായ സാമഗ്രികളും എന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് തറ കെട്ടലാണ്. അതിനാവശ്യമായ സാമഗ്രികൾ ഏതൊക്കെയാണ്? സിമന്റ്, വെള്ളം, മണൽ, ചരൽക്കല്ല്, ഇഷ്ടിക, കരിങ്കൽ കട്ടകൾ, മരത്തടി, സ്റ്റീൽ കമ്പി തുടങ്ങിയവയാണ്. രണ്ടാമത്തേത് മരപ്പണി. മരം, ഈർച്ചവാൾ, സ്ക്രൂ ഡ്രൈവർ, ചുറ്റിക, ഒളി, ക്ലാമ്പ്, പ്ലയറുകൾ, ആണി തുടങ്ങിയവ ആവശ്യമാണ്. അടുത്തത് ഭിത്തി നിർമ്മാണം. വെള്ളം, സിമന്റ്, പാറപ്പൊടി, മണൽ, മൺകട്ട, ഇഷ്ടിക, ചെങ്കല്ല്, ഉരുളൻ കല്ല്, മരം, ഗ്ലാസ്, മുള, സിമന്റ് കട്ടകൾ തുടങ്ങിയവയാണ് ആവശ്യം. നാലാമത്തേത് തേപ്പ് പണി. സിമന്റ്, വെള്ളം, ചുണ്ണാമ്പ്, മണൽ, ബ്രഷ്, കുമ്മായത്തടി, കരണ്ടി തുടങ്ങിയ സാമഗ്രികളാണ് ആവശ്യം. ചോദ്യം 2. വിവിധ ജീവികളുടെ കൂടുകൾ നിരീക്ഷിച്ച് കൂടുണ്ടാക്കുന്നതിലെയും ഉപയോഗിക്കുന്നതിലെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. എന്നിട്ട് പട്ടിക ഉചിതമായി പൂരിപ്പിക്കുക. പട്ടികയിൽ എന്താ തന്നിട്ടുള്ളത്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവ, കൂടുണ്ടാക്കി താമസിക്കുന്നവ, മറ്റു ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്നവ. അപ്പോൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് തത്ത, കാക്ക, കുരുവി, പ്രാവ്, ഒട്ടകപ്പക്ഷി, അണ്ണാൻ, തവള തുടങ്ങിയവ. കൂടുണ്ടാക്കി താമസിക്കുന്നവയ്ക്ക് ഉദാഹരണമാണ് തേനീച്ച, ഉറുമ്പ്, എലി, മനുഷ്യർ, ചിതർ തുടങ്ങിയവ. മറ്റു ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്നവയ്ക്ക് ഉദാഹരണമാണ് കുയില്, മൂങ്ങ തുടങ്ങിയവ. ചോദ്യം 3. നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കൂ. മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു. അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. അമ്മ മുത്തശ്ശനെ കണ്ണു പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളുടെ സേവനങ്ങളാവും മീരക്കും വീട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ടാവുക? എഴുതി ചേർക്കുക. ഒന്നാമത്തേത് സ്കൂളാണ്. മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു. രണ്ടാമത്തേത് റേഷൻ കട. അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. മൂന്നാമത്തേത് ആശുപത്രി. അമ്മ മുത്തശ്ശനെ കണ്ണു പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. നാലാമത്തേത് ബാങ്ക്. മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. അഞ്ചാമത്തേത് പഞ്ചായത്ത്. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ അവസാനത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയ പാഠമാണ്, പക്ഷേ എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്